Welcome to my channel, Treasure Chaser. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ബഡ്ജറ്റ് മൈക്രോഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് ബോയ എന്ന കമ്പനിയുടെ BY-M1 എന്നൊരു മൈക്രോഫോണാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ പറഞ്ഞ ബോയ M1 എന്ന ബഡ്ജറ്റ് മൈക്രോഫോൺ. ബിഗിനേഴ്സായ എല്ലാ യൂട്യൂബേഴ്സിനും വളരെ ഉപകാരപ്പെടുന്നൊരു മൈക്രോഫോണാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷനും നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോക്സിനുള്ളിൽ എന്തൊക്കെ ആക്സസറീസ് ആണ് ഉള്ളതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോക്സിന്റെ ഫ്രണ്ടിലും സൈഡിലും സ്മാർട്ട് ഫോൺ, ക്യാമറ, ലാപ്ടോപ്പ് ഓർ PC ഇതിൽ യൂസ് ചെയ്യാമെന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് ഇതിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ലൊരു ബോക്സ് പാക്കിംഗ് തന്നെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു പൗച്ചും പിന്നെ എന്തൊക്കെയോ പേപ്പേഴ്സും കാണുന്നുണ്ട്. നമുക്ക് ഇത്രയേ ഉള്ളൂ. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായി ഇതൊരു യൂസർ മാനുവലാണ് ഉള്ളത്. പിന്നെ ഒരു വാറണ്ടി കാർഡ് ഉണ്ട്. പിന്നെ ഒരു പൗച്ചാണ്. ഇതൊരു ക്യാരി ബാഗ് ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക്. കണ്ടിട്ട് ഇതൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. പിന്നെ നമുക്കിത് ഇതിനുള്ളിൽ, ഈ പൗച്ചിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയാണ് കമ്പനി ഈ ക്യാരി ബാഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് നല്ലൊരു നീളമുള്ളൊരു കേബിളാണ് കാണുന്നത്. ഒരറ്റത്തൊരു മൈക്ക്, സെൻറ്ററിൽ പവർ മോഡ്യൂള്, മറ്റേ അറ്റത്ത് 3.5-ന്റെ ജാക്ക്. അപ്രോക്സിമേറ്റ്ലി 6 മീറ്ററോളം ലെങ്ത് ഉണ്ട് ആ കേബിളിന്. പിന്നെ വരുന്നൊരു ചെറിയൊരു പാക്കറ്റ് ആണ്. അതിൽ എന്തൊക്കെയുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഒരു സിലിക്ക ജെല്ലാണുള്ളത്. ബോയയുടെ ഈ പൗച്ച് ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പം നമുക്കത് മനസ്സിലായി. ഇനി 6 മീറ്റർ വരുന്ന ഈ കേബിള് നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതൊരു വൃത്തിയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. 3.5 mm ജാക്കാണിത്. ഇതിന് ഗോൾഡൻ കോട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് മൈക്രോഫോൺ ആണ്. ഇത് പ്ലാസ്റ്റിക് ആണ് ഈ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലാണ് നമ്മൾ ആ സ്പോഞ്ച് ഇട്ട് വിൻഷീൽഡായിട്ട് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഈ കാണുന്നത് പവർ മോഡ്യൂളാണ്. ഇത് പ്ലാസ്റ്റിക് ആണെന്നാണ് ഞാൻ ഓർത്തത്, പക്ഷെ ഇത് മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ. ഇതിൽ 2 സ്വിച്ച് കാണുന്നുണ്ട്. ഒന്ന് ക്യാമറയ്ക്കുള്ളതും ഒന്ന് സ്മാർട്ട് ഫോണിനുള്ളതുമാണ്. അതില് സ്മാർട്ട് ഫോണിന്റെ അവിടെ ഓഫ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്തിനാന്ന് നമുക്ക് പുറകെ നോക്കാം. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതില് ബാറ്ററി ഇടാനുള്ളൊരു സ്ലോട്ട് ഉണ്ട്. ഇത് നമുക്ക് പതിയെ നോക്കാം. നമുക്ക് ഈ പാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
ഇതിലെന്തൊക്കെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഇതിൽ നിറയെ പ്ലാസ്റ്റിക് കവറുകൾ കാണുന്നുണ്ട്. അവരുടെ എന്തായാലും ബോയ കമ്പനിയുടെ പാക്കിംഗ് ഒരു നല്ലൊരു പാക്കിംഗ് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ സ്പോഞ്ച് ഒരു വിൻഷീൽഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന നമ്മുടെ നോയ്സിനെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ പറയുന്ന കാര്യം മാത്രം ക്ലിയർ ആയി കേൾപ്പിക്കും. പിന്നുള്ളത് ഒരു അഡാപ്റ്ററാണ്. ഇത് ക്യാമറയിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ 3.5 ജാക്കിൽ നിന്ന് ക്യാമറയിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള അഡാപ്റ്ററാണ്. പിന്നെ ഈ പാക്കറ്റിലുള്ളത് ഒരു ക്ലിപ്പാണ്. ഈ ക്ലിപ്പ് നമ്മുടെ ഷർട്ടിലോ ടീഷർട്ടിലോ ഒക്കെ നമുക്ക് കുത്തിയിട്ട് സംസാരിക്കാൻ പറ്റുന്നതാണ്. ഇതൊരു നല്ലൊരു മെറ്റലിന്റെ തന്നെ മെറ്റീരിയലാണ്. പിന്നെ ഈ ചെറിയ പാക്കറ്റില് ബാറ്ററിയാണ്. ഈ ബാറ്ററി മെയിനായിട്ട് ക്യാമറയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ക്യാമറയെ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഫോണിന് ഇതിന്റെ ആവശ്യമില്ല. ഇത് നമ്മളിത് ഈ പവർ മോഡ്യൂള് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഗ്യാപ്പിൽ അത് ഇടണം. പക്ഷെ ഈ ഇച്ചിരി ടഫാണ്. അതിലൊരു അകത്ത് സ്പ്രിങ് ഉള്ളതുകൊണ്ട് അതിന്റെ പക്ഷെ നെഗറ്റീവും പോസിറ്റീവും നോക്കിയിട്ട് വേണം അത് ഇടാൻ. ഓക്കെ, ഇത് കയറി. ഇത് നമുക്ക് അടയ്ക്കാം. ഒരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്, ഇത് മെയിനായിട്ട് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇതിനകത്ത് രണ്ട് നമുക്കിത് കാണുന്നുണ്ട്. അത് ഒന്ന് സ്മാർട്ട് ഫോണിനുള്ളതും പിന്നെ ക്യാമറയ്ക്കുള്ളതുമാണ്. ഒന്നുകിൽ നമുക്ക് ഈ ബാറ്ററി ഇതിൽ ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ മാത്രം ഇട്ട് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ അത് ഇട്ട് വെക്കണമെന്നില്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അത് ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് അത് റെക്കോർഡ് ആയിക്കോളും. പിന്നെ നമുക്കിത് മൈക്കൊന്ന് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഈ വിൻഷീൽഡ് ഇതിലോട്ടൊന്ന് വെക്കാം. ഇത് വെക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. ആ സ്പോഞ്ച് കീറിപ്പോകാതെ നോക്കണം. പിന്നെ ഈ മൈക്കിന്റെ ഗ്യാപ്പ്, ഈ കേബിൾ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ഒരു ഗ്യാപ്പ് ഉള്ളിടത്ത് നമുക്ക് ആ ക്ലിപ്പ് കയറ്റി വെക്കേണ്ടതാണ്. സൂക്ഷിച്ച് കയറ്റി വെച്ചാൽ മതി. പൊട്ടിപ്പോകത്തില്ലെന്ന് വിശ്വസിക്കുന്നു. കാര്യം അതൊരു നല്ലൊരു മെറ്റീരിയലായിട്ടാ കണ്ടിട്ട് തോന്നിയത്. ഇത് ഐഫോണിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു കണക്ടറാണ്. നമ്മുടെ ഒരറ്റം 3.5mm ജാക്ക് ആയതുകൊണ്ട് അതിൽ നിന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഇത് ഫോൺ വാങ്ങിക്കുമ്പോൾ തന്നെ, ഐഫോൺ വാങ്ങിക്കുമ്പോൾ തന്നെ ഈ കണക്ടർ കിട്ടും. 3.5mm ജാക്ക് പറ്റാത്ത ഫോണുകളാണെങ്കിൽ അതിന്റെ കണക്ടറും ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വാങ്ങിക്കാനും കൂടി മറക്കാതിരിക്കുക. ഈ ബോയ BY-M1 എന്ന മൈക്രോഫോൺ ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം.